നിങ്ങളിവിടെ താമസിച്ച് ഒരു 3 വർഷം തികയുന്നതിന് മുമ്പ് നിങ്ങൾക്ക് ഓരോ അസുഖങ്ങൾ വരും. ഒരു കഥയില്ലാത്ത അസുഖം വരും. അത് ഇന്ന ആൾക്കെന്നില്ല, ഒരാൾ കഴിഞ്ഞാൽ അടുത്ത ആൾക്ക്, ഒരാൾ കഴിഞ്ഞാൽ അടുത്ത ആൾക്കെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ അസുഖങ്ങൾ വന്നുകൊണ്ടിരിക്കും. ഇങ്ങനെയുള്ള പ്രശ്നം ഉണ്ടാവും. ഉണ്ട്. രണ്ടാമത്തെ കാര്യം, നിങ്ങൾ ഇവിടെ എത്ര പണിയെടുത്താലും പൈസ ഇരിക്കില്ല. അത് ഒരാളുടെ കയ്യിൽ ഇരിക്കില്ല. ഈ വീട്ടിൽ താമസിച്ച അങ്ങനെ ഒരു പ്രശ്നങ്ങളുണ്ട്. അത് ഈ വീടിന്റെ അല്ല പ്രശ്നം, ഈ സ്ഥലത്തിന്റെ പ്രശ്നമാണ്. ചേച്ചി ഇപ്പം എന്നെ വിളിക്കാൻ കാരണം വീട്ടിൽ താമസിച്ചിട്ട് അസുഖങ്ങൾ കൂടിയിട്ടാണോ? അസുഖങ്ങളും കൂടി, പിന്നെ നമുക്ക് ഇത് കൊടുത്തിട്ട് പോകാൻ ആൾക്കാർ വന്ന് നോക്കി അങ്ങ് വീഴുന്നു. ഞാനൊരു 6 കൊല്ലം മുമ്പ് മുതൽ 10-12 കൊല്ലമായി ഞങ്ങൾ ഇവിടെ താമസിക്കുന്നു. 3-4 കൊല്ലം കഴിഞ്ഞപ്പോൾ മുതൽ ഞാൻ പറഞ്ഞു നമുക്ക് വിറ്റിട്ട് മാറാം. അതെ, അത് 3 വർഷം കഴിയും. ഇവിടെ താമസിച്ച് 3 വർഷം കഴിയുമ്പോൾ ഈ പ്രശ്നം തുടങ്ങും. 3 വർഷമാകുമ്പോൾ ഓരോരുത്തർക്ക് അസുഖം തുടങ്ങും. അതൊന്ന് ഓർത്ത് നോക്കിയേ, പുറകോട്ടൊന്ന് ഓർത്താൽ കറക്റ്റ് അല്ലേ? എല്ലാവർക്കും അസുഖങ്ങളാണ്. വീട് പണത്തിന്റെ പ്രശ്നം എന്ന് പറയാൻ പറ്റില്ല, ഈ സ്ഥലത്തിന്റെ പ്രശ്നമാണ്. അപ്പൊ അങ്ങനെയുള്ള സ്ഥലങ്ങൾ മേടിക്കുന്നതിന് മുമ്പേ ഒന്ന് നോക്കുന്നത് നല്ലതാണ്. നമുക്ക് താമസയോഗ്യമാണോ അല്ലേ? ഞങ്ങളൊരു പുള്ളിയോട് ചോദിച്ചു, അപ്പൊ പറഞ്ഞു ഇത് കുഴപ്പമില്ല, മേടിച്ചോളാൻ പറഞ്ഞിട്ടാണ് നമ്മളിത് മേടിച്ചത്. ആണോ? അവള് പറഞ്ഞു ഈ അടുക്കളയിൽ നിന്ന് ഒരു കഥക് അപ്പുറത്തോട്ട് വയ്ക്കാൻ. ഞാൻ പറഞ്ഞു വേണ്ട, ഞാനൊരാളെ വിളിച്ചിട്ടുണ്ട്, വിളിച്ചിട്ട് വന്നിട്ട് നമുക്ക് വയ്ക്കാന്നും പറഞ്ഞ് അങ്ങനെ നിർത്തുമായിരുന്നു. നോക്കാം. നിങ്ങൾക്ക് അതായത് ഇനി ഒത്തിരി പൈസ മുടക്കിയിട്ടുള്ള പരിപാടികൾ ചെയ്യുന്നതിനേക്കാൾ നല്ലത് ചെറിയ ചെറിയ രീതിയിൽ ഇതിനൊക്കെ ഈ പ്രശ്നങ്ങൾക്ക് ഒരു തടയിടുന്നതാണ് നല്ലത്. ടൈലിന്റെ ഹൈറ്റ് കണ്ടോ? ഈ ടൈലിന്റെ ഹൈറ്റ്, ആ ടൈലിന്റെ ഹൈറ്റിൽ അവിടെ നിന്ന് ഇങ്ങോട്ട് ചെറിയൊരു പീസ് വെച്ച് കൊടുക്കണം. അപ്പൊ ഈ റൂമിന്റെ അളവൊന്ന് കുറയും. എവിടെ നിന്ന് വെച്ച് കൊടുക്കണം? ഈ അലമാരിയുടെ ഇവിടെ നിന്ന് ഇവിടെ വരെ വെച്ചാൽ മതി. ഓക്കെ. അത് വെച്ചില്ലെങ്കിൽ എന്താ പ്രശ്നം വെച്ചാൽ ഇവിടെ വീട്ടിൽ താമസിക്കുന്നവർക്ക് അസുഖങ്ങൾ കൂടും. ഈ ജനലുണ്ടല്ലോ, ഈ ജനലൊക്കെ പകല് കംപ്ലീറ്റും തുറന്നിട്ട് കൊടുത്തോളൂ. ഇതിന്റെ നേരെ ഈ ഡോറ് തുറന്നിട്ട് കൊടുക്കും. ഇതും പകൽ സമയത്ത് തുറന്നിട്ട് കൊടുക്കും. ഇങ്ങനെ ഒരു വായുസഞ്ചാരം ഉണ്ടാകും. വീട്ടിലെ പകുതി പ്രശ്നങ്ങൾ ഒഴിവാകും. ഇനി നിങ്ങളുടെ അടുക്കള ഏതാ? അടുക്കള ഇത് ഈ അടുക്കള കറക്റ്റാ, വാസ്തുപ്രകാരം കറക്റ്റാ. ഇതിന് പ്രശ്നമൊന്നുമില്ല കേട്ടോ. ആ ജനലൊരെണ്ണം തുറന്ന് ഈ ജനലൊരെണ്ണം തുറക്കണം. ബ്രഹ്മന്റെ തുള എന്ന് പറഞ്ഞിട്ടുണ്ട്. ബ്രഹ്മന്റെ അല്ലെങ്കിൽ സൂത്രത്തുള എന്ന് പറഞ്ഞിട്ടുണ്ടോ? കേട്ടിട്ടുണ്ട്. നമുക്കത് ചെയ്യണം. അവിടെ ഇതാ ഇവിടെ ആയിട്ട്, അവിടെ മിറ്റുവാ അല്ല മിറ്റമല്ലേ, ഇവിടെ ആയിട്ട് ഒരു ഹോൾ അടിക്കണം. ഇവിടെ നിന്ന് അങ്ങോട്ട് ചെരിച്ച് അത് ഈ ഭിത്തിയിലും വേണം. അതിനെ പറയുന്നതാണ് ഈ ബ്രഹ്മന്റെ തുള അല്ലെങ്കിൽ സൂത്രത്തുള. ഇതുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്താ വെച്ചാൽ വീട്ടിലുള്ള ഒരു പകുതി മുക്കാൽ പ്രശ്നത്തിനെ നമുക്ക് ഒഴിവാക്കി കളയാം. ഇങ്ങനെ വരുന്ന ചില കേസിൽ അതെല്ലാ വീട്ടിലും നമുക്ക് ചെയ്യാൻ പറ്റില്ല. ഇങ്ങനത്തെ പ്രശ്നങ്ങളുള്ള ചില വീടുകളിൽ ഈ ഒരു രീതിയിലൂടെ നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ അത് അവിടെ നിന്ന് ഇങ്ങനെ സ്ലോപ്പിൽ അവിടെ ഇതാ നേരെ വന്നിട്ട് ഇവിടെ തുറക്കാതിരുന്നിട്ട് ഇതൊക്കെ തോന്നണം. ടൈറ്റായി പോയല്ലോ. അതെ, പകല് ഇവിടെ ആരും ഇല്ലായിരുന്നു. ഞാൻ സപ്ലൈക്ക് ജോലിക്ക് പോകും. അപ്പൊ ആരും ഇല്ലാത്തോണ്ട് എല്ലാം തുറന്നിടാതെ കൊണ്ട് പോകുന്നതിന്റെ കാര്യം. സന്ധ്യ ആകുമല്ലോ. അത് ഈ ജനലില്ലേ, ഈ ജനലിന്റെ അവിടെ ഈ ഡോറ് ഇത്ര ഏരിയയിൽ അപ്പൊ ഹോള് വേണ്ട. മനസ്സിലായോ? അപ്പൊ ഇത്ര ഏരിയയിൽ ഹോള് വേണ്ടെന്ന്, അതായത് നമ്മൾ വീടിന്റെ അകത്ത് കുറെ സ്ഥലത്ത് ചുമ്മാ ഈ ഹോള് പോലെ ഇടേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പൊ അവിടെ നിന്ന് ഇങ്ങനെ ഇതുവരെ നേരെയാണ്. അപ്പൊ ഈ ഭിത്തിയിൽ മാത്രം ഒരു ഹോള് ചെരിച്ച് കൊടുത്താൽ മതി. ഇത്ര ഹൈറ്റിൽ കൊടുക്കണം, അല്ലെങ്കിൽ ഇത് കറക്റ്റ് ആവില്ല. ഇവിടെ ഒരു ഹോൾ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ഈ ഒരു ജനൽ തുറന്നിട്ട് കൊടുത്താൽ മതി. അവിടെ വേണ്ട അല്ലേ? അവിടെ വേണ്ട. മനസ്സിലായോ? ഈ ഒരു ജനൽ മാത്രം. അപ്പൊ ഈ ഒരു ഭിത്തി മാത്രം ഹോൾ ഇട്ടാൽ മതി. ഇതിനെ പറയുന്നതാണ് ബ്രഹ്മന്റെ തുള അല്ലെങ്കിൽ സൂത്രത്തുള എന്നൊക്കെ. കേട്ടിട്ടുണ്ടോ? കേട്ടിട്ടുണ്ട്. നമ്മൾ വീട്ടിൽ കിടക്കാൻ പറ്റുന്നില്ല, താമസിക്കാൻ എന്നുള്ളൊരു ബുദ്ധിമുട്ടൊക്കെ ഇല്ലേ, അത് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ അത് പയ്യെ മാറി കിട്ടും. നിങ്ങള് ഇതിന്റെ പേരൊക്കെ ഒന്നും പറഞ്ഞ് സ്ഥലവും വീടും വിൽക്കേണ്ട ആവശ്യമൊന്നുമില്ല. അത് നമുക്ക് ഇങ്ങനെയുള്ള ചെറിയ കാര്യങ്ങളോടെ പരിഹരിക്കാവുന്ന കേട്ടോ. പിന്നെ രണ്ടാമത് ഈ വഴിയുടെ പ്രശ്നം, മേലുള്ള ആള് വഴി തുറന്നു വരില്ല. മനസ്സിലായി. അങ്ങനെയുള്ള കാര്യങ്ങൾ കൊണ്ട് വിൽക്കുവാണെങ്കിൽ ഓക്കെ, കുഴപ്പമില്ല. വീടിന് ഇന്ന പ്രശ്നം ഉണ്ടെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിൽക്കണ്ടാതെ നമുക്ക് മാറ്റിയെടുക്കാം. നിങ്ങളുടെ വീട്ടിലും താമസിക്കുമ്പോൾ ഇങ്ങനെ ഓരോ അസുഖങ്ങൾ വരുന്നു, അല്ലെങ്കിൽ ഇവിടെ താമസിക്കുമ്പോൾ എന്തോ ബുദ്ധിമുട്ടുണ്ട് എന്ന് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടോ? ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഒത്തിരി പൈസ മുടക്കാതെ ചെറിയ ചെറിയ മെത്തേഡ്സ് മാറ്റി ചെയ്ത് നമുക്ക് ഇതിനെ റെഡിയാക്കി എടുക്കാം. അപ്പോൾ എല്ലാവരും പേജ് ഒന്ന് ഫോളോ ചെയ്ത് വെച്ചോട്ടോ.